ആ റെഡിയായോ? അവനെന്തേ? ആ റെഡിയായി നിൽക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് വരാമെന്നും പറഞ്ഞാ പോയത്. അല്ല, നിങ്ങളെങ്ങനെയാ പോകുന്നത്? ഞങ്ങൾ ബൈക്കിൽ. സാധാരണ ഞങ്ങൾ ബൈക്കിലാണല്ലോ പോകുന്നത്. ഇപ്പം എന്താ ഒരു പ്രത്യേക ഒരു ചോദ്യം ബാക്കി? ആ വേറൊന്നും കൊണ്ടല്ല. അല്ല, ഇവക്കും കൂടെ വരായിരുന്നു കാറിനകത്താണെങ്കിൽ. ഈ പറയുന്ന പോലെ ഇവളിത് എവിടെ പോകുന്നു? ഇവളൊരു സ്ഥലത്തും പോകുന്നില്ല. ഈ വീടും പെട്ട പാട് തന്നെ അവൾ. അപ്പോൾ കാറിലാണെങ്കിൽ അവൾക്ക് കൂടെ വരാമായിരുന്നല്ലോ. അവൾ കുറേ നാളൊക്കെ ആയാലും പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ നാലാളെ കാണുമ്പോൾ ഒക്കെ ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ കാണത്തില്ലേ? അതുകൊണ്ട് പറഞ്ഞതാ. അതാ ചോദിച്ചത്. ആ അതേ, ഭർത്താവ് മരിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. കല്യാണത്തിനും ഒക്കെ പോയി ഒരുങ്ങി ചമഞ്ഞ് ഒരുങ്ങിയൊക്കെ ഇരിക്കുമ്പോഴേ ആൾക്കാർ പലതും പറയും. കുറച്ച് നാളൂടെ കഴിയട്ടെ. അപ്പോഴത്തേക്ക് ധൃതിയായോ നാത്തൂര് പുറത്തൊക്കെ ഇറങ്ങി നടക്കാനായിട്ട്, വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്? ഞാൻ ഇറങ്ങാം. വഴിയിലങ്ങനെ പോയി നിൽക്കാം. ഇവിടെ നിന്നാലേ മനുഷ്യന് ഭ്രാന്തെടുക്കും. ഉമ്മാക്ക് എന്താ ഉമ്മടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണത്തിന് പോകണമെന്ന്. എനിക്ക് ഒരു സ്ഥലത്തും എനിക്ക് പോകണ്ട, ഒരാഗ്രഹവും എനിക്കില്ല. വെറുതെ അവിടെ വായിരിക്കുന്ന കേൾക്കാനായിട്ട്. ഞാൻ എങ്ങനെയെങ്കിലും തുടർന്ന് ജീവിച്ച് പോക്കോട്ടെ. സാധനങ്ങളെല്ലാം തീർന്നില്ല. ഡാ, അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ. ഈ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. വാട്സപ്പിൽ വേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് അങ്ങോട്ട് ഇട്. അപ്പോൾ ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മേടിച്ചോണ്ട് വരാം കേട്ടോ. ഒന്നും മറക്കരുതേ. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ഇത്ര പെട്ടെന്ന് സാധനങ്ങളൊക്കെ തീർന്നോ? സാധനം മേടിച്ചിട്ടിപ്പം അധിക ദിവസമൊന്നും ആയില്ലല്ലോ. സാധാരണ ഞങ്ങൾ മാസത്തിലായിരുന്നു സാധനം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ആഴ്ചയിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുക്കളയിൽ നിറച്ച് സാധനം ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ എടുത്ത് ചിലവാക്കരുത്. ഒരാളുടെ വരുമാനത്തിലായി എല്ലാവരും കഴിയുന്നതെന്ന് ഓർത്താൽ കൊള്ളായിരുന്നു. ആഴ്ചയിലൊക്കെ സാധനം മേടിക്കാനിരുന്നാൽ ഇവിടുത്തെ അവസ്ഥയ്ക്ക് കഷ്ടത്തിലാകും. അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചിലവാക്കിയാൽ കൊള്ളാം. അതെന്തൊരു വർത്താനമാണ് നീ ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്? സാധനങ്ങൾ തീർന്നെങ്കിൽ സാധനങ്ങളാവും മേടിച്ചോളൂ. നീ അതിനകത്ത് നീ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. നീ ആരെ ഉദ്ദേശിച്ചാൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എൻ്റെ മോളും എൻ്റെ ചെറുമോനും ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ചിലവർ ആരും ഓർത്ത് നീ എന്തിനാണ് വിഷമിക്കുന്നത്? അവിടെ ആങ്ങളെ നോക്കിക്കോളും. കേട്ടല്ലോ, അവളിവിടെ വന്ന് നിൽക്കുന്നത് അവളെ സ്വന്തം വീട്ടില്ല. അവൾക്കൊരു വിഷമം വരുമ്പോൾ അവൾ ഇവിടെ അല്ലാതെ പിന്നെ അവൾ എങ്ങോട്ട് പോകണം? എനിക്കും അവനിക്കൊന്നും ഇവളും കൊച്ചൊന്നൊരു ബാധ്യതയല്ല. നീ അത് മനസ്സിലാക്കിക്കണം. നീ കുറേ ദിവസം കൊണ്ട് നീ ഓരോ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് അത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത്. എൻ്റെ മോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത്ര നിനക്ക് എന്താണ് ഇപ്പോൾ കുഴപ്പം? അവൾ നിനക്ക് എന്ത് ദ്രോഹം ചെയ്യുന്നു? അവൾ വന്നതിന് ശേഷം നീ ഈ അടുക്കളോട്ട് കയറിയിട്ടുണ്ടോ? ഒരു പരാതി പറയാൻ അവൾ വന്നിട്ടുണ്ടോ? പോട്ടെ, ഞാൻ വിചാരിച്ചെന്നാൽ അവളും ചെയ്തോട്ടെ. അവൾ അത്രയും നേരം അവൾ ചെയ്യുമ്പോൾ മനസ്സിന് പ്രയാസം മാറ്റണമെന്ന് വെച്ചിട്ട് ഞാനൊന്നും മിണ്ടാത്തത്. അപ്പോൾ അടുക്കളയിൽ നീ കയറൊന്നുമില്ല. നിനക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവൾ ഉണ്ടാക്കി തരുമ്പോൾ സാധനങ്ങൾ തീരുന്നതാണോ കുഴപ്പം? അതൊക്കെ നീ അറിയേണ്ട കാര്യം എന്തുവാ? ഞാനും അവനെ നോക്കിക്കോളാം. അതിന് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ ആയി നീ കുത്തുവാക്കിപ്പോൾ പറയാൻ തുടങ്ങിയത് കേട്ടോ. ഒരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കി വേണം പെരുമാറാൻ. എനിക്കറിയാമത്തോണ്ട് ഞാൻ കാര്യം ചോദിക്കുക. എത്ര നാളും പറഞ്ഞ് നാത്തൂന് ഇവിടെ നിൽക്കുക? അവിടെ ഒരു വീടുള്ളതല്ലേ? കണക്കിന് നോക്കിയാൽ ആ കൊച്ചിൻ്റെ വീട് തന്നെയാണത്. അവകാശപ്പെട്ടതാ. അവൻ അവിടെ വളരേണ്ടതാ. പിന്നെ ആ തള്ളേന്നെന്തേ? അവരെ നോക്കാൻ ആരും പോലും ഇല്ല. പിന്നെ ആ മോള് വല്ലപ്പോഴും അങ്ങനെ വന്ന് നോക്കുന്നത് നാത്തൂൻ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അവിടെങ്ങാണ് നിന്ന് വല്ല ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഈ കൊച്ചിനെ വളർത്താൻ നോക്ക്. ഞങ്ങൾക്കും ഒരു ജീവിതമൊക്കെ ഉള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് മക്കളെയൊക്കെ വളർത്തിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് പറഞ്ഞതാ. അതുകൊണ്ട് കുറ്റം പറഞ്ഞാന്ന് തോന്നരുത്. നീ ഇത് കണ്ടൊന്നും വിഷമിക്കൊന്നും വേണ്ട. ഇത് നിൻ്റെ വീടാ. പിന്നെ അവൾ പറയുന്നത് അതൊരു പൊട്ടിപ്പെണ്ണാ പെണ്ണ്. ആ പെണ്ണ് എന്തൊക്കെയാണ് പറയേണ്ടത് അവൾക്ക് തന്നെ ഒരു ബോധമില്ലാത്ത അറിയാമല്ലോ അവിടെ കാര്യങ്ങൾ. അതുകൊണ്ട് നീ വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിൻ്റെ വീടാ. നീ ഇല്ലൊരു അന്യരെ പോലെ നീ ഇവിടുന്ന് പെരുമാറാതെ. പറഞ്ഞു കേട്ടാ.
ഓ, ഇനി എന്ത് ചെയ്യാനാ? ഞാൻ എന്തെല്ലാം പറഞ്ഞു നോക്കിയിട്ട് ഒരു ഉളുപ്പുമില്ല. ഞാനങ്ങനെ വന്നെങ്കിൽ ആ സെക്കൻഡിൽ ഇറങ്ങിപ്പോയിന്. എന്തെല്ലാം പറയുന്നുണ്ടെന്നറിയും. എന്നോർത്ത സുഖമുണ്ട്. അതുകൊണ്ട് ആങ്ങളെ ആണെങ്കിൽ പെങ്ങള് മോനെന്നും പറഞ്ഞ് നടക്കുക. പറയുന്നതൊക്കെ കൺമുന്നിൽ എത്തുന്നുണ്ട്. ആ, അവിടെ ഒരു വീടുണ്ടെന്നേ. ആ തള്ളയും തന്തയാണെങ്കിൽ പ്രായമായ തന്തയും തള്ളയുക. അവരെങ്കിലും പോയി നോക്കി വല്ല ജോലിക്കോ വല്ല തുണിക്കടയിലോ വല്ലൊക്കെ നിന്ന് കൊച്ചിനെ വളർത്തിയെടുക്കണം. ഇത് ഓസിന് ആശ്രയം അടിക്കുന്ന ജന്മങ്ങളാണ്, നാണം കെട്ടത്. എന്തെങ്കിലും പറഞ്ഞൊരു ഉളുപ്പ് വേണ്ടേ? ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക. സാഗി കിടുമ്പോൾ മിക്കവാറും ഞാൻ രണ്ടെണ്ണത്തിന് ഓടിച്ചു വിടും. ഞാൻ ഇവിടെ നോക്കിക്കോ. അതാ ഞാൻ ചെയ്യാൻ പോകുന്നത്. മനസ്സിലാക്കാനുള്ള കഴിവും ബോധവും ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഞങ്ങളുടെ ജീവിതം ഇനി ഏത് തരത്തിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഭർത്താവ് മരിച്ച ലോകത്തെ ആദ്യത്തെ സ്ത്രീയാണല്ലോ അവർ. അവർക്ക് മാത്രമേ ഉള്ളൂ വിഷമവും സങ്കടമൊക്കെ, ബാക്കിയുള്ളവർക്കില്ലല്ലോ. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നീ പറഞ്ഞു തരണേ. ഇതിനെ ഒന്ന് പോച്ച് ചാടിക്കണം. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റണ്ടേ? എല്ലാത്തിനും ഇരുന്ന് വിളിക്കണം. ആ ചെറുക്കനെ അത് തന്നെ. അതുകൊണ്ട് ഒരു സ്ഥലത്തും പോകാൻ ഇപ്പം എനിക്ക് ഇഷ്ടമല്ല. ശരി, എന്തെങ്കിലും വഴിയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഡാ, നാളെ ഞാനും എൻ്റെ മോനും തിരിച്ച് എൻ്റെ ഇക്കയുടെ വീട്ടിലോട്ട് പോവുക. എടി, അവളെന്തെങ്കിലും പൊട്ടത്തരം വല്ലതും വിളിച്ച് പറഞ്ഞ് നീ ആ തീരുമാനം എടുക്കല്ലേ. നീ ഒന്ന് കാര്യം വെക്കണ്ട. നീ അങ്ങോട്ടൊന്നും പോകുന്നു വേണ്ട. അതിന് അവൾ വല്ലതും പറഞ്ഞതെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ആരും ഒന്നും എൻ്റെ അടുത്തൊന്നും പറഞ്ഞൊന്നുമില്ല. അല്ലെങ്കിലും തിരിച്ചു പോകണോടവിടെ. ഒന്നതിക്കാളും ഉമ്മാക്കും അപ്പാക്കും ഒന്നും സുഖമില്ലാത്തതാണ്. അവളാണ് നോക്കിയും കാണുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ മോൻ്റെ കൂടെ വീടും കൂടെ അല്ലേ അത്. ഞാനെല്ലാം പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. അവർക്ക് സന്തോഷമുള്ളൂ ഞാനും എൻ്റെ മോനും തിരിച്ചവിടെ ചെല്ലുന്നതിനെ. പിന്നെ ഒരു ജോലിയുടെ കാര്യം അതും ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അവിടുന്ന് പോകാനൊക്കെ എളുപ്പമല്ലേ. പിന്നെ അവന് അവിടുത്തെ സ്കൂളിലൊക്കെ അല്ലേ പഠിച്ചത്. അവനിക്ക് അതിലും വിഷമം ഇവിടെ അതിന് സ്കൂളിലൊക്കെ ചേർക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ. എന്തുകൊണ്ടും അവിടെ തന്നെ നിൽക്കുന്നയാടാ നല്ലത്. എൻ്റെ മോൻ്റെ വീടും കൂടെ അല്ലേ. അവൻ അവിടെയാണ് വളരേണ്ടത്. കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്ന് നിന്നത്. അല്ലാതെ ഞാനിവിടെ ജീവിതകാലം മുഴുവൻ നിൽക്കാനായിട്ട് വന്നതല്ല. അവിടുത്തെ വാപ്പക്ക് സുഖമില്ലാതിരിക്കുമല്ലേ. എത്രയെന്നും പറഞ്ഞാൽ അവൾ ഓടി ഓടി വരുന്നത്. ഉമ്മയെ വാപ്പ എന്നെങ്കിൽ ആ വീട് വിട്ടവരെങ്ങും പോകത്തുമില്ല. അതായിരിക്കും നല്ലത്. അല്ലാതെ ആരും ഇവളൊന്നും പറഞ്ഞിട്ടില്ല. അവളെന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അവളഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യം തന്നെയാണ്. അതിനകത്ത് എനിക്ക് വിഷമമൊന്നുമില്ല. അല്ല, ഉമ്മ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? ഇവളീ പറയുന്നത് കേട്ടില്ലേ? ഇപ്പൊ അവളവിടെ പോകേണ്ട കാര്യമുണ്ടോ? ജോലിയും വേലയും ഇല്ലാതൊക്കെ ഇവിടെ കൊച്ചിന്റെ കാര്യങ്ങൾ ആര് നോക്കാനാ? വേണ്ട, അവള് പോട്ടെ. അവളെടുത്ത തീരുമാനം തന്നെയാണ് എൻ്റെയും തീരുമാനം. അവളവിടെ കാര്യം നോക്കിപ്പോയി ജീവിക്കട്ടെ. അവൾക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ഇവിടെ നിന്ന് ഓരോ ദിവസത്തിന് ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി നല്ലത് അവൾക്ക് ഇവിടെ നിന്നൊരു സമാധാനം കിട്ടത്തൊന്നുമില്ല. അവളവിടെ മോൻ്റെ കാര്യം നോക്കി അവൾ സ്വസ്ഥമായിട്ട് അവിടെ ജീവിക്കട്ടെ. ആരും ബാധ്യതയാവരുത്. എൻ്റെ മോടെ തലവിധി ഇങ്ങനത്തെ ഒരു വിധിയായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവളോട് നിൽക്കണ്ട. എൻ്റെ തീരുമാനം അതൊക്കെ തന്നെ. അവൾ പോട്ടെ. നീ അവൾക്ക് വണ്ടിക്കൂലി വല്ല പൈസ ഉണ്ടെങ്കിൽ കൊടുക്ക്. അവൾ പോവും. എന്നാലും ഈ തീരുമാനം ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താ ചെയ്യുക? അത് നീ വിഷമിക്കുന്ന എന്തിനാ? എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. കുറച്ച് ദിവസം ഇവിടെ നിൽക്കുകയും ചെയ്യാം. പോകാനും വരാമെന്നൊരു വീടുണ്ടല്ലോ. അതുകൊണ്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട. ഈ സന്തോഷം എന്ന് നിലനിൽക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേ പറ്റൂ. എനിക്കൊരു ജീവിതമുള്ളതാണ്. എനിക്ക് ഉമ്മയും നീയും അവളൊക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയാലേ പറ്റൂ. ഞാൻ ഇവിടെ വരുമ്പോൾ എന്നെ എൻ്റെ മോനെയൊക്കെ ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ടൊക്കെ കുറച്ച് ദിവസം ഇവിടെ കഴിയും. പിന്നെ അതുപോലൊക്കെ തന്നെ പോകും. അതിന് യാതൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. അല്ലാതെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല.